നമസ്കാരം. പ്രകാശത്തിൽ നിന്ന് ഇരുട്ടോ, ഇരുട്ടിൽ നിന്ന് പ്രകാശമോ ഉണ്ടാവുന്നില്ല. ഇരുട്ടിൽ നിന്ന് പ്രകാശമോ ഉണ്ടാവുന്നില്ല. അപ്പം ഈ വെളിച്ചവും ഇരുട്ടും പരസ്പര വിരുദ്ധ ഭാവങ്ങളാണ്. അതേപോലെ ഉണ്മയിൽ നിന്ന് ഇല്ലായ്മയോ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയോ ഉണ്ടാവാനും സാധ്യതയില്ല. അല്ലേ? ഉള്ളത് ഒരിക്കലും ഇല്ലാതാവില്ല. ഉള്ളത് അതേമാതിരി ഇല്ലാത്തത് ഒരിക്കലും ഉണ്ടാവുകയും ഇല്ല. ഇത് ആർക്ക് മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിചാരം ചെയ്യുന്നവർക്ക് മാത്രം ഈ സത്യം ബോധ്യപ്പെട്ട് കിട്ടും. ഇങ്ങനെ തെളിഞ്ഞ് കിട്ടും. ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിലെ 16, 17, 18 അതിൽ ഭഗവാൻ പറയാണ്, നാസതോ വിദ്യത്തെ ഭാവോ നഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്ധ തത്വദർശിഭിഃ അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി അന്തവന്ത ഇമേ ദേഹാ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാദ്യുധ്യസ്വ ഭാരത. ഭഗവാൻ പറയാണ്, നമ്മൾ അസത്വസ്തുക്കളെ സത്വസ്തു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കണം. അതേമാതിരി സത്വസ്തു എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സത്വസ്തു എന്ന് വിചാരിക്കുന്നത് അസത്വസ്തുവായ ഈ ദേഹാദികളെയാണ്, ദേഹത്തെയാണ്. ശരിക്കും യഥാർത്ഥത്തിൽ സത്വസ്തു ആത്മാവാണ്, ബോധമാണ്. ബോധം ആത്മാവാണ്. അപ്പം ഈ ശരീരം ഉണ്ടായി വളർന്ന് വലുതായി നശിക്കുന്നതായിട്ട് എത്രയോ പ്രാവശ്യം കണ്ടും കേട്ടും ഉള്ള അനുഭവം ഉണ്ടായിട്ടും, കണ്ടും കേട്ടുമുള്ള അനുഭവം പല തവണ പല പ്രാവശ്യം ഉണ്ടായിട്ടും നമുക്ക് പ്രയോജനപ്പെടുന്നില്ല. അല്ലേ? അപ്പം ദേഹമാണ് ആത്മാ. അങ്ങനെയുള്ള ബുദ്ധി, ആ ബുദ്ധിയെ മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. ദേഹമാണ് ആത്മാ എന്നുള്ള ആ ബുദ്ധിയെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പം സത്തായ ആത്മാവിനെയും അസത്തായ ദേഹാദികളെയും വേർതിരിച്ച് അറിയണം. വിവേകമില്ലെങ്കിൽ സത്വസ്തു ഏതാണ് അസത്വസ്തു ഏതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരും. അല്ലേ? അപ്പം ദേഹം സത്തല്ല. അത് ഉള്ളതാണെങ്കിൽ, ദേഹം ഉള്ളതാണെങ്കിൽ എന്താ? അതിന് ജനന മരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി അതേപോലെ തന്നെ അത് ഇല്ലാത്തതാണ്. ദേഹം ഇല്ലാത്തതാണ്. ഈ ഇല്ലാത്തതാണ് ജനിക്കുന്നത്. ഉള്ളത് ജനിക്കുകയുമില്ല, മരിക്കുകയുമില്ല. അല്ലേ? ഒരു വസ്തു കാണാതെ ആകണമെങ്കിൽ
കാണുന്നതിന് മുമ്പ് അത് ഉള്ളതായിരിക്കണം. ഉള്ളത് എന്നാൽ എപ്പോഴും ഉള്ളത്, എപ്പോഴും ഉള്ളത്, നിത്യവും ഉള്ളത്, നാശം ഇല്ലാത്തത്, നാശം ഇല്ലാത്തത്. അതാണ് ഉള്ള വസ്തു, അതാണ് ഉള്ള വസ്തു അല്ലേ? അപ്പം ആദ്യവും അവസാനവും ഇല്ലാത്ത ഒരു വസ്തു ഒരിക്കലും മധ്യത്തിൽ ഉണ്ടാവില്ല. ആദ്യവും അവസാനവും ഇല്ലാത്ത ഒരു വസ്തു, മനസ്സിലായോ? ആദ്യവും അവസാനവും ഇല്ലാത്ത അങ്ങനെയാണ്, ഇല്ലാത്ത ഒരു വസ്തു മധ്യത്തിൽ ഉണ്ടാവില്ല. ഈ നമ്മുടെ ഈ ശരീരം പിറവിക്ക് മുമ്പ് ശരീരം ഇല്ല അല്ലേ? പിറവിക്ക് മുമ്പ് ശരീരം ഇല്ല. ഇനി പിറന്നതിന് ശേഷം ശരീരം ഉള്ളതുപോലെ ഒരു തോന്നൽ. ആ തോന്നിയ ശരീരം നശിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? ആ തോന്നിയ ശരീരം നശിക്കാതെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതും ഉള്ളതും, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതും ഉള്ളതും, അതായത് ഇല്ലാത്തത് വേറെയും ഉള്ളത് വേറെയും ഉണ്ടായിരിക്കണം അല്ലേ? അപ്പൊ ഇല്ലാത്തത് വേറെയും ഉള്ളത് വേറെയും ഉണ്ടായിരിക്കണം. ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുമ്പോൾ അല്ലേ? അപ്പൊ ഇല്ലാത്തതിൽ ഉണ്മ ഉണ്ടാവില്ല. ഇല്ലാത്തത് ഉണ്ടായി എന്ന് ആരും പറയില്ല. ഇല്ലാത്ത ദേഹത്തിൽ ഉള്ളതിൻ്റെ, അതായത് ഇല്ലാത്ത ദേഹത്തിൽ ഉള്ളതിൻ്റെ സത്തായ ആത്മാവിൻ്റെ ഉണ്മയെ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഇല്ലാത്ത ദേഹത്തിൽ സത്തായ ആത്മാവിൻ്റെ ഉണ്മയെ ചേർത്ത് വെച്ചുകൊണ്ട് ആണ്, ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ദേഹാദികൾ ഉണ്ടെന്ന് നമ്മൾ വ്യവഹരിക്കുന്നത്. അങ്ങനെ വ്യവഹരിക്കുന്നത് അതുകൊണ്ടാണ് ദേഹം മരിക്കണു ജനിക്കണു എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം ശരീരം ഉണ്മയാണെങ്കിൽ ശരീരം ഇല്ല എന്ന അവസ്ഥ, ഉണ്മയാണെങ്കിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഉണ്മയാണെങ്കിൽ ശരീരം ഇല്ല എന്ന അവസ്ഥ നമുക്ക് വരാനേ പാടില്ല. ശരീരം ഉണ്മയാണെങ്കിൽ വരാനേ പാടില്ല. അപ്പൊ ഈ സത്തയുണ്ടല്ലോ, സത്തയുടെ ആശ്രയം സത്ത മാത്രമാണ്. സത്തയുടെ ആശ്രയം സത്ത മാത്രമാണ്, സത്ത തന്നെയാണ് അല്ലേ? അതാണ് ആത്മ. ഒരു കാലത്തും ഇല്ലാതാകാത്തത്, ഒരു കാലത്തും അത് നശിക്കുകയുമില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടിരിക്കും. അപ്പം അസത് വസ്തുക്കൾക്ക് ഉണ്മയില്ല, അസത് വസ്തുക്കൾക്ക് ഉണ്മയില്ലെന്നും ശ്രദ്ധിക്കണം. അസത് വസ്തുക്കൾക്ക് ഉണ്മ ഇല്ലെന്നും സത് വസ്തുവിന് ഇല്ലായ്മയില്ലെന്നും ഭഗവാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഈ വ്യാമോഹം കൊണ്ടാണ് ശരീരം സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നത്. ഭഗവത് കൃപ കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വിവേകം നമുക്ക് വരികയാണെങ്കിൽ, വിവേകം വരുന്നതോടുകൂടി വ്യാമോഹം
ഇല്ലാതാകും. അപ്പം സത്തിനെയും അസത്തിനെയും നമ്മൾ തിരിച്ചറിയും. ആത്മാ ഏതാണ്, അനാത്മാ ഏതാണ് എന്നുള്ള സത്യം നമുക്ക് ബോധിച്ചു കിട്ടും. അതിനുള്ള ഭാഗ്യം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഓം ശാന്തി ശാന്തി ശാന്തി.